ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു മദർ ബോർഡ് കൊറോഷനും പൊടിയും അഴുക്കായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മദർ ബോർഡ് കഴുകാൻ പാടുണ്ടോ, PCB കഴുകിയ പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളാണ് ഈ വീഡിയോയിലൂടെ മാറ്റാൻ പോകുന്നത്. നമുക്ക് കഴുകാൻ പറ്റും. നന്നായിട്ട് കഴുകി നല്ല പ്യുവർ വാട്ടറിൽ കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണങ്ങണം. ഒരു പൊടി നനവ് പോലും പാടില്ല. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ഇതിനകത്ത് ഇളക്കാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം ഇളക്കി മാറ്റണം. ഞാനിതിൻ്റെ പുറത്തുള്ള ഹീറ്റ് സിങ്ങും ഇത് രണ്ടും ഇളക്കി മാറ്റി ഇനി നേരെ അങ്ങോട്ട് പോകാം. ഏകദേശം വാട്ടർ നിറഞ്ഞു. അതിലേക്ക് നമുക്ക് മദർ ബോർഡിനിടാം. കുറച്ച് സെക്കൻഡുകൾ ഈ വെള്ളത്തിൽ ഇതിനെ ഒന്ന് കുതിർക്കണം. അത് കുറച്ച് സമയം കഴിഞ്ഞ് ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ഓരത്തിൽ കഴുകുക. കൊറോഷനുള്ള ഭാഗത്തിൽ അത്യാവശ്യം ഒരു സോപ്പും കൂടെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് വാഷ് ആവണം. ഈ സോപ്പിൻ്റെ അംശങ്ങളൊന്നും ഇതിനകത്ത് തങ്ങി നിൽക്കാൻ പാടില്ല. ഓക്കെ, ആ കാര്യം കൂടെ ഓർത്തോളണം. സോപ്പ് ഉപയോഗിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതല്ല, ഒരുപാട് ഇതുപോലെ ചെയ്ത് സക്സസ് ആയിട്ട് ഇതൊക്കെ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ നിങ്ങളെ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കുക. വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് 1-2 ദിവസം ഇരുന്ന് നന്നായിട്ട് ഉണങ്ങി വാട്ടർ കണ്ടൻറ്റ് പൂർണ്ണമായിട്ട് പോയതിന് ശേഷം ഇതെടുത്ത് ഓൺ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് അത് ബ്രഷ് വെച്ച് കഴുകിയിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ മുക്കി നന്നായിട്ട് കഴുകണം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് നല്ല പ്രഷറിൽ പോകുന്ന വെള്ളം, ഇങ്ങനെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ തന്നെ നന്നായിട്ട് അതിനെ വാഷ് ചെയ്തെടുക്കുക. ഓക്കെ, വാഷ് ചെയ്ത് കംപ്ലീറ്റ് ആയതിന് ശേഷം ഇവിടെയൊക്കെ നല്ല കൊറോഷനായിരുന്നു. ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഉണങ്ങണം. വെയിലത്ത് വെച്ച് തന്നെ നന്നായിട്ട് ഡ്രൈ ആവണം. ഒരു വാട്ടർ കണ്ടൻറ്റ് ഒരു പൊടി പോലും ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഉണങ്ങാനായിട്ട് പുറത്തുകൊണ്ട് വച്ചിരിക്കുകയാണ്. സൺലൈറ്റ് കുറവാണ്, മഴ ഉണ്ട്. അപ്പോൾ 1-2 ദിവസം എടുക്കുമായിരിക്കും ഉണങ്ങി വരാൻ. അല്ലെങ്കിൽ നമുക്ക് നല്ല ഹോട്ട് എയർ ഇതിൽ ഉപയോഗിക്കാം. എന്നാലും ഈ സൂര്യപ്രകാശത്തിൽ ഉണങ്ങി വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, സൺലൈറ്റിൽ. അപ്പോൾ എന്തായാലും ഉണങ്ങട്ടെ. എന്തായാലും ഫ്രണ്ട്സ്, നല്ല വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് ഇത് ഉണങ്ങി. ഇനി നമുക്കിതിൻ്റെ ഹീറ്റ് സിങ്ങൊക്കെ ഫിറ്റ് ചെയ്യാം. ഹീറ്റ് സിങ് ഫിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വേണമെങ്കിൽ കോമ്പൗണ്ട് കുറവാണെങ്കിൽ ചെറുതായിട്ട് ഹീറ്റ് സിങ് കോമ്പൗണ്ടും കൂടെ ഇതിൽ ചെയ്യണം. ഇതിൽ ചെയ്യണം. ഓക്കെ, ചിക്ക ബൈറ്റ് എന്ന് വിചാരിക്കുന്നത് ഇങ്ങോട്ട് വരണം. ആ രീതിയിൽ വെച്ച് പിടിച്ച് പ്രസ്. ഓക്കെ, നമുക്കിതിൽ പ്രോസസ്സറെല്ലാമായിട്ട് നോക്കാം അങ്ങനെ ഡിസ്പ്ലേ വന്നിട്ടുണ്ടോ. ഇത് എല്ലാ കേസിലും ശരിയാവത്തില്ല. ഈ നന്നായിട്ട് കൊറോഷനൊക്കെ പിടിച്ചിരിക്കുന്ന കേസുകളിൽ മാത്രമേ ഇങ്ങനെ നമുക്ക്
ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എന്താ വാഷ് ചെയ്തത് നല്ല ക്ലിയർ ആയിട്ടുണ്ട്, നോക്കി അറിയാൻ പറ്റും. മിണ്ടുത്ത അവസ്ഥ ഇതല്ലായിരുന്നു. ഹീറ്റ് സിങ്കിൽ പൊടിയുണ്ട്, അതുകൊണ്ട് തൂത്തുകളാം. നമുക്കതിൻ്റെ പ്രോസസ്സർ ഇടാം. പ്രോസസ്സർ ഇട്ട് കഴിഞ്ഞു. നമുക്ക് റാം ഇട്ട് കഴിഞ്ഞു. പവർ സപ്ലൈ കണക്ട് ചെയ്യാം. അപ്പം നമുക്ക് പവർ സപ്ലൈയുടെ വയർ കണക്ട് ചെയ്യാം. അടുത്തത് നമ്മുടെ പ്രോസസ്സർ വോൾട്ടേജിൻ്റെ സപ്ലൈ കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്തു. അപ്പോൾ ഇത് രണ്ടുമായി മദർ ബോർഡിൽ ഈ രണ്ട് കണക്ഷൻ തന്നെയാണ് പവറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അത് കണക്ട് ചെയ്തു. ഹീറ്റ് സിങ് നമുക്ക് ജസ്റ്റ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഹീറ്റ് സിങ് മാത്രം ഇങ്ങനെ വെച്ചാൽ മതി. ഫൈനൽ ഫിറ്റിങ്ങിന് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കണം. ജസ്റ്റ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഹീറ്റ് സിങ് ഞാൻ ജസ്റ്റ് വയ്ക്കുന്നേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ഫാനിൻ്റെ സപ്ലൈ കൊടുക്കുന്നു. ഓക്കെ, അത് കൊടുത്തു. ഇനി വി ജി കണക്ഷൻ കൊടുത്തു. ഇനി മദർ ബോർഡ് ടെസ്റ്റർ എന്തെങ്കിലും റീഡിംഗ് ഉണ്ടോ കൗണ്ടിങ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. ഓക്കെ, എല്ലാം ആയിട്ടുണ്ട്. പവർ കണക്ട് ചെയ്തു. ശരി, അപ്പോൾ ഇതിൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, ഓൺ ആവുന്നുണ്ടോ എന്ന്. ഓക്കെ, പവർ ഓണായി. എന്തൊരു കണ്ടീഷനിൽ നിൽക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് പ്രോസസ്സർ എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം. എന്തായാലും പ്രോസസ്സർ എടുക്കാത്ത എന്താണെന്ന് നോക്കാം. അത് ഡിസ്പ്ലേ വരാതിരുന്നതിന് കാരണമുണ്ട്. ഇതിനകത്ത് വേറൊരു ഐ സിയും കൂടെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഐ സി, അതായത് ക്ലോക്ക് ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രോസസ്സറിൻ്റെ സപ്പോർട്ടിങ് ക്ലോക്കെല്ലാം ജനറേറ്റ് ചെയ്യുന്ന ഈ ഐ സിയും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ മാറ്റിയിട്ടപ്പോഴേക്ക് ബോർഡ് വർക്ക് ചെയ്തു. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു. മൊത്തം കൊറോഷനായിരുന്നു. അപ്പോൾ ഇത് മാറ്റി, ആക്ച്വലി ഈ ഐ സി ആയിരിക്കും കംപ്ലൈൻറ്റ്. അപ്പം ഈ കൊറോഷനെല്ലാം കൂടെ വെച്ചിട്ട് അത് മാറ്റിയിട്ട് കൊടുത്താലും കൂടുതൽ കാലം ഇരിക്കത്തില്ല, ഈ കൊറോഷൻ ഉള്ളതുകൊണ്ട്. അതാണ് നമ്മൾ ആ കൊറോഷനും കൂടെ മാറ്റി നല്ല വാഷ് ചെയ്ത് എടുത്തത്. അപ്പോൾ എന്തായാലും ഐ സിയും കൂടെ മാറ്റിയപ്പോഴേക്ക് വർക്കിംഗ് ആയി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, ഓൺ ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, കണക്ട് ചെയ്തു. ഓക്കെ, റീഡിങ്സ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഫൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അത് സിമോസ് ബാറ്ററി കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ മതി, പ്രശ്നം മാർക്ക് കിട്ടും. ഓക്കെ, ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് കൊറോഷൻ പിടിച്ച് കംപ്ലൈൻ്റ് ആയ ബോർഡൊക്കെ റിപ്പയർ ചെയ്യുന്നത്. ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകട്ടെ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ.